ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ കുണ്ടോട് ഞാനൊക്കെ പഠിച്ച നഴ്സറിയാണ്, അംഗൻവാടിയാണ്. അപ്പോൾ പ്രവേശനോത്സവത്തിക്ക് വന്നതാണ്. അപ്പോൾ എല്ലാ അമ്മമാരും കുട്ടികളും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ടീച്ചർമാർ എന്താ പറയാനുള്ളത്? കുട്ടികളെ പുതിയ പ്രവേശനോത്സവമാണ്. അപ്പൊ ആർക്കപ്പോ ചങ്ങന്മാര് ഇല്ല? മഴയല്ലേ? എന്തിനാ വന്നേ? നഴ്സറിക്ക് വന്നാ? പഠിച്ചാ വന്നാ? പഠിച്ചാണ് വന്നേ. ബലൂണ് എനിക്ക് എത്ര വേണോ? ബലൂണാണോ? എന്ത് ചോക്കോല് വേഗമൊക്കെ വേഗമൊക്കെ കുറെ വാങ്ങിയിട്ട് വേഗത്തെ വാങ്ങിയില്ലേ? വേഗത്തിന് ഒക്കെ പഠിച്ചു. എന്തോ പഠിച്ച്? പ്രാർത്ഥന പഠിച്ചോ? പാട്ട് പഠിച്ചോ? ഒരു പാട്ട് പഠിക്കുന്ന പാട്ട് പാടിയാ? ഇങ്ങനത്തെ തരുന്നു തരവാ കുട്ടി ആരെങ്കിലും ഒരാള് നീ എമ്മയുടെ
വേറെ പണി എടുത്താൽ മതി അത് ദക്ഷ രൂപം കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ വരൂ തരട്ടോ എല്ലാവർക്കും തരും വരൂട്ടോ കുട്ടികൾ ഓന്റെ പേര് കയ്യടിക്കും കയ്യടിക്കും ഞാൻ അപ്പാന്റെ കയ്യടിക്ക് കയ്യടിക്ക് വലിയവരവിടെ നിൽക്കുന്നില്ലേ ആവശ്യമില്ല പൊട്ടാത്തപ്പോ കിട്ടുമോ ഏത് കുട്ടിയത് അല്ലേ എവിടെക്കാ കൊടുക്കാനല്ലേ ആദ്യത്തെ ഒരു സ്കൂളാണ് അംഗനവാടി. അവരെന്താണെന്ന് അവർ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഒരു വലിയ പഠിപ്പിക്കലോ അല്ലെങ്കിൽ എഴുതാനോ വായിക്കാനോ അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുക. ആദ്യം ഇങ്ങനെ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ മൂത്രയിക്കാൻ പോകുമ്പോൾ സ്വന്തമായിട്ട് അവർ ചെയ്യാൻ അല്ലെങ്കിൽ ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കാം. അത് പിന്നെ ഉപയോഗിക്കാൻ പഠിക്കാത്ത കുട്ടികളുണ്ട് വീട്ടിൽ വരുമ്പോൾ 3 വയസ്സാകുമ്പോഴൊക്കെ. പക്ഷെ നമുക്ക് പ്രശ്നമില്ല, നമ്മളത് കൈകാര്യം ചെയ്ത് കൊടുത്ത് അവരെ പഠിപ്പിക്കും. അങ്ങനെയാണ് ശരിക്കും അവർ ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം.
പിന്നെ ആ കൂട്ടത്തിൽ എഴുത്തുമാനും ചെറുതായിട്ട് ചെയ്യും. ലാസ്റ്റ് സ്കൂളിൽ പോകാനാകുമ്പോഴേക്ക് 2 വർഷമൊക്കെയാണ് അധികം ആൾക്കാരെ വേണ്ടി കൊണ്ടുവരാറ്. ഇപ്പോൾ LKG UKG ആയതുകൊണ്ട് 1 വർഷം കൂടി പോകുന്നവരുണ്ട്. എന്നിരുന്നാലും അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സ്കൂളായതുകൊണ്ട് നമുക്കും അവർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ അമ്മമാർ ഞങ്ങളാണ്. പിന്നെ രാവിലത്തെ വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കും. അപ്പം നമുക്കും അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോടും പറയാം. നമുക്ക് കലാപരവുമായ എല്ലാ വികസനങ്ങൾക്കും പോകുവാണെങ്കിൽ ഒരു പാഠ്യപദ്ധതിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കാലത്ത് അംഗനവാടി പോകാതെ നേരെ ഡയറക്റ്റ് നമ്മൾ സ്കൂളിലേക്ക് വിടുകയാണ്. സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു ആ കാലം മുഴുവൻ അക്ഷരം പഠിപ്പിക്കലൊക്കെ. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സ്കൂളിലെത്തിയിട്ടാണ് സ്കൂളിലെത്തുക. അപ്പോൾ ആ എല്ലാ തരത്തിലുള്ള വികസനം കുട്ടികൾക്ക് നടത്തുന്നു. എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കൾ പഠിച്ചവരാണ്, ഈ അംഗനവാടി പഠിച്ചവരാണ്. വലിയ തലത്തിലുള്ളൊരു താഴെയാണ്. ഈയിടെ എൻ്റെ ഒരു മോള് ടീച്ചറാണ്. അവളോട് അവളുടെ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ ചോദിച്ചു ഏറ്റവും സ്വാധീനിച്ച ടീച്ചർ ആരാണ്. അപ്പോൾ സത്യം പറയാം, സ്കൂളിലെ ടീച്ചറാണ്. ഇതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പോൾ വേഗം ഉസ്ബത്തിട്ട് തന്നെ എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, എന്നിട്ട് വേറെ ആരെയും സ്വാധീനിച്ചിട്ടില്ലേ? DLP കഴിഞ്ഞു എനിക്ക് ഏറ്റവും സ്വാധീനിച്ച ടീച്ചറാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർമ്മ മക്കളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് ടീച്ചറിന്റെ കഴിവുകളും കാര്യങ്ങളും. എനിക്ക് വളരെ വളരെ തുടക്കമാണെന്നൊരു വളരെ അറിയുന്നതാണ്. അതുകൊണ്ട് ആരും ഒരു മടിയും വിചാരിക്കാതെ വളരെ കൃത്യമായി കഴിഞ്ഞാൽ അതുപോലെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ബിസ്മില്ല ഫുള്ള് ഞമ്മക്കാവുമ്പോഴേ കുറച്ച് ചൂടാക്കണം. ചൂടാക്കണം, കുറച്ച് ചൂടാക്കല്ലേ. അപ്പൊ ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ ടീച്ചർ ഒരു ഗ്ലാസ് പാലും തന്നിട്ടാണ് യാത്ര എന്താ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുട്ടികളെ കളിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഡെയിലി പാല് കാര്യങ്ങള് എല്ലാം ഉണ്ട്. ഒക്കെ ഉണ്ടാവും അല്ലേ? ഇനി എന്തേലും നമുക്ക് പഞ്ചായത്തിന് എന്തെങ്കിലും കിട്ടാറുണ്ട്? സാധനങ്ങളൊക്കെ സ്റ്റോക്കുകളൊക്കെ വരും, കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ.
ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും. എന്നാ പാല് കുടിച്ച്.